നമസ്കാരം. പഞ്ചശക്തി ടാരോട്ട് സ്പിരിച്വൽ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്ന് യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. എപ്പോൾ മുതൽ കാണുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആവുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളത് വിട്ടേക്കുക. ഒത്തിരി പേരുടെ എനർജീസ് ആണ് വരുന്നത്. ഇത് കണ്ട് ആരും യാതൊരുവിധ തീരുമാനങ്ങളും എടുക്കരുത്. നിങ്ങളുടെ പേഴ്സൻ്റെ മുഖം നന്നായി മനസ്സിൽ വിചാരിച്ച് നല്ലൊരു റീഡിംഗ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഓക്കെ. ഓക്കെ, നിങ്ങൾക്കായി യൂണിവേഴ്സ് ഇന്ന് തന്നിരിക്കുന്ന എനർജീസ് ഇതൊക്കെയാണ്. ഫസ്റ്റ് കാർഡായിട്ട് വന്നിരിക്കുന്നത് ദ സൺ ആണ്. നിങ്ങളുടെ വ്യക്തി എന്ന് പറഞ്ഞാൽ വളരെ നിഷ്കളങ്കനായ സത്യസന്ധനായ ഒരു വ്യക്തിയായി കാണുന്നു. ഈ റിലേഷനിൽ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ്, നിങ്ങൾ ബ്രേക്കപ്പ്, നോ കോണ്ടാക്ട്, ലെസ് കോണ്ടാക്ട് എന്തുമാവട്ടെ, നിങ്ങൾ ഏതവസ്ഥയിലും ഇപ്പോഴാവട്ടെ ഈ റിലേഷനിൽ പോസിറ്റീവായി ഒരു ചേഞ്ച് വരാൻ പോകുന്നു എന്നത് തന്നെയാണ് കാണിക്കുന്നത്. ഈ റിലേഷൻ നിങ്ങളുടെ പേഴ്സൺ ആത്മാർത്ഥതയും സത്യസന്ധതയും വെച്ച് പുലർത്തി നിങ്ങളെ സ്നേഹിക്കുന്നു. ചീറ്റിംഗ് എനർജിയോ കള്ളത്തരമോ ഒന്നും ഇതിൽ ഉള്ളതായിട്ട് കാണുന്നില്ല. അവർ ഫേക്കായ ഒരു ഇൻറ്റൻഷനോട് കൂടിയല്ല ഈ സ്നേഹം നിങ്ങളോട് പ്രകടിപ്പിക്കുന്നത്, ഈ റിലേഷൻ നിങ്ങളുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് കാണുന്നത്. അവർക്ക് ഡീപ്പായിട്ടുള്ള ഇൻറ്റിമസി ഉണ്ട് നിങ്ങളോട്, നല്ല സിൻസിയറായിട്ട് പ്യുവർ ആയിട്ടുള്ള ലവ് ഉണ്ട് നിങ്ങളോട്. ഈ റിലേഷനിൽ അവർ കൊണ്ടുപോകുന്നതും പോസിറ്റീവായിട്ടുള്ള രീതിയിൽ തന്നെയാണ് എന്നാണ് കാണാൻ കഴിയുന്നത്. ഈ രീതിയിൽ അവർക്ക് നിങ്ങളെ ലൈഫ് ലോങ് ഈ ഒരു സ്നേഹം നിങ്ങളെ വേണമെന്ന് ആഗ്രഹിച്ചാണ് അവർ മുന്നോട്ട് പോകുന്നത് എന്നാണ് സൺ കാർഡ് പറയുന്നത്. അടുത്തത് ദ ചാരിയറ്റ് കാർഡാണ് വന്നിരിക്കുന്നത്. ചാരിയറ്റ് കാർഡിൽ പറയുന്നത് ഈ റിലേഷൻ ഒരു കൺഫ്യൂഷൻ കിടപ്പുണ്ട് എന്നാണ്. ഈ റിലേഷനിൽ നിങ്ങളുടെ സ്നേഹമൊക്കെ സത്യസന്ധമാണ്, നിങ്ങളിപ്പോൾ ബ്രേക്കപ്പാണ്, അപ്പോൾ ആ ഒരു ഇതിൽ ഒരു കൺഫ്യൂഷൻ വന്ന് കിടപ്പുണ്ട് എന്നതാണ് കാണുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് സ്നേഹവും ഇഷ്ടവും ഒക്കെ കാണിക്കുന്നുണ്ട്, എങ്കിലും അതനുസരിച്ച് നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ റിലേഷനിൽ നല്ല പ്രശ്നങ്ങളും വഴക്കുകളും ഒക്കെ നടക്കുന്നുണ്ടെന്ന് കാണാൻ കഴിയുന്നത്. എപ്പോഴും അടിക്കടി ഇഷ്യൂസാണ്. നല്ല രീതിയിൽ നിൽക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചെറിയ രീതിയിൽ തുടങ്ങിയിട്ട് വാക്ക് തർക്കത്തിൽ അവസാനിച്ച് ആ ഒരു വലിയ ഇഷ്യൂയിലേക്ക് കിടക്കുന്ന ഒരു ഇതായിട്ട് കാണാൻ കഴിയുന്നു. അപ്പോൾ അത് ഒരു വലിയൊരു സെപ്പറേഷനിലേക്ക് കടന്നു പോകാനും ചാൻസ് കാണുന്നു. കുറേ നാളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. അങ്ങനെ ഒരു സർക്കിൾ ഈ റിലേഷനിൽ വന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. റിലേഷൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നില്ല. കാരണം ഈ രണ്ടു പേർക്കും ഈഗോ ഉണ്ട്, ഒരാൾക്ക് മാത്രമല്ല, രണ്ടുപേരും ഈഗോയിസ്റ്റ് ആണ്. ഒരാൾ പറയുന്ന മറ്റൊരാൾ അക്സെപ്റ്റ് ചെയ്യില്ല, അങ്ങനെയാണ്. പക്ഷെ റിലേഷൻ ജെനുവിൻ ആണ്, രണ്ടുപേരുടെയും റിലേഷൻ സ്നേഹം ജെനുവിൻ ആണ്. പക്ഷെ ഇതാണ് ഇതിൽ കാണാൻ പറ്റുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അടിക്കടി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ രണ്ടുപേരുടെ മനസ്സ് മടുത്തു പോകും, റിലേഷൻ നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഈ റിലേഷൻ വേണമോ വേണ്ടയോ എന്ന്. ഈ സെപ്പറേഷൻ കഴിയുമ്പോൾ ഉടനെ, ഈ സെപ്പറേഷൻ നടക്കുമ്പോൾ തന്നെ രണ്ടുപേരും ചിന്തിക്കും ഇനി ഈ റിലേഷൻ വേണ്ട, വേണോ എന്നുള്ള രീതി രണ്ടുപേരും ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇത് എന്തൊക്കെ തന്നെയാണെങ്കിലും ഈ റിലേഷൻ വഴക്കൊക്കെ ഇട്ട് നിൽക്കുവാണെങ്കിലും ഇതിൽ ഒരു കമ്മ്യൂണിക്കേഷൻ വരാൻ പോകുന്നു എന്നാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന്. കാത്തിരിക്കാൻ തയ്യാറല്ല. ഈ ഒരു നൈറ്റ് ഓഫ് വോൺസ് പറയുന്നത് ആകാംക്ഷ, ഭയങ്കര ആകാംക്ഷയാണ്. എന്ന് വെച്ചാൽ ഒന്നും കാത്തിരിക്കുന്ന ഒരു സ്വഭാവക്കാരനല്ല നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത്. ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനൊന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ കൊണ്ടുപോവുക തന്നെ ചെയ്യും. കാരണം ഈ ലൈഫ് ലോങ് ഇത് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ചാൽ ഈ ഒരു റിലേഷൻ അവിടെ എത്തിക്കാനുള്ള മനസ്ഥിതിയുള്ള ഒരാൾ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ. വഴക്കും പ്രശ്നമൊക്കെ അതൊരു വഴി ഉണ്ടാവും, എന്നിരുന്നാലും റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ തയ്യാറാവും. നിങ്ങൾക്കിടയിൽ വേഗം ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും, റിലേഷൻ മുന്നോട്ട് പോകും. ഓവറായിട്ട് ആകാംക്ഷയുള്ളൊരു വ്യക്തിയായിട്ട് കാണുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും വേഗത്തിൽ ചെയ്ത് തീർക്കുന്ന ഇഷ്ടം, ഒന്നും വെച്ച് സാവധാനം കൊണ്ടുപോകണത് ഇഷ്ടമുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് വേഗത്തിൽ വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ബ്രേക്കപ്പ് ആയാലും എത്രയും വേഗം തീർക്കണമെന്ന് തന്നെ മനസ്സിലാഗ്രഹിച്ചത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പേഴ്സൺ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്.
അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ എൻ്റെ റീഡിംഗ് റെസിനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കണം. മെസ്സേജ് ചെയ്ത് എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച്.